സംസ്ഥാനത്ത് നാളെ അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം ആരംഭിക്കും. ട്രോളിംഗ് ബോട്ടുകൾക്ക് 52 ദിവസത്തേക്കാണ് മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. കപ്പൽ അപകടവും കാലാവസ്ഥാ വ്യതിയാനവും തൊഴിൽ ദിനങ്ങളെ കവർന്നെടുത്തതിനാൽ 10 ദിവസത്തെ ഇളവ് അനുവദിക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. കാലാവസ്ഥാ വ്യതിയാനവും ഇന്ധനവില വർധനവും മത്സ്യമേഖലയ്ക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നതിനിടെയാണ് കപ്പൽ അപകടം കൂടിയെത്തിയത്. ഇതോടെ തെക്കൻ തീരമേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെ തൊഴിൽ ദിനങ്ങൾ നഷ്ടമായി. നിലവിൽ ഭൂരിഭാഗം മത്സ്യത്തൊഴിലാളികളും ദുരിതത്തിലാണ്. ട്രോളിംഗ് നിരോധനം കൂടി എത്തിയതോടെ മേഖല കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കടക്കും. ഇനിയുള്ള 52 ദിവസം ബോട്ടുകൾക്ക് കടലിൽ പോകാൻ കഴിയില്ല. 4200-ലധികം വരുന്ന ട്രോളിംഗ് ബോട്ടുകൾ നാളെ അർദ്ധരാത്രി മുതൽ കടലിൽ പോകില്ല. അയൽ സംസ്ഥാനത്തെ ബോട്ടുകൾ നിരോധനത്തിന് മുന്നേ തീരം വിട്ടുപോകണമെന്നാണ് നിർദ്ദേശം. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്താം. 52 ദിവസം എന്ന കാലയളവിൽ ഇളവ് വേണമെന്നാണ് ബോട്ടുടമകളുടെ ആവശ്യം. കപ്പൽ ദുരന്തത്തിന്റെ പേരിൽ തന്നെ നമുക്ക് ഒരാഴ്ച കൂടുതൽ തൊഴിൽ നഷ്ടപ്പെട്ടു. അതോടൊപ്പം തന്നെ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ടും കാറ്റും കോളും വന്നും ബോട്ടുകൾക്കും വള്ളങ്ങൾക്കും ഒന്നും പോകാൻ കഴിഞ്ഞില്ല. ഈ ട്രോളിംഗ് നിരോധനത്തിന് മുൻപുള്ള ഈ പ്രവൃത്തി ദിവസങ്ങൾ നഷ്ടപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ട്രോളിംഗ് നിരോധനത്തിന്റെ അവസാന നാളുകളിൽ ഒരു 10 ദിവസമെങ്കിലും ഈ പ്രാവശ്യം ട്രോളിംഗ് നിരോധനത്തിൽ ഇളവ് അനുവദിച്ചു തരേണ്ടത് ആവശ്യകതയാണ്. അതേസമയം സൗജന്യ റേഷനും മറ്റ് ആനുകൂല്യങ്ങളും നൽകുമെന്നാണ് സർക്കാർ വാഗ്ദാനം. മുൻ വർഷങ്ങളിലേതിനേക്കാൾ പരിഗണന വേണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. യാനങ്ങളുടെ നവീകരണത്തിന് പലിശരഹിത വായ്പ അനുവദിക്കണമെന്നും ബോട്ടുടമകൾ ആവശ്യപ്പെടുന്നു. ഇത്തവണ വലിയ പ്രതിസന്ധിയിലൂടെയാണ് മത്സ്യമേഖല കടന്നു പോകുന്നത്. കപ്പലപകടവും പ്രതികൂല കാലാവസ്ഥയുമൊക്കെ മേഖലയിലെ തൊഴിൽ ദിനങ്ങൾ ഇല്ലാതാക്കി. വറുതിയുടെ കാലത്തെ അതിജീവിക്കാൻ തയ്യാറെടുക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ. ന്യൂസ് മലയാളം, കൊല്ലം.